തെരഞ്ഞെടുപ്പിന് മുമ്പായി രാജ്യത്ത് രാഷ്ട്രീയ പരിഷ്കാരം കൊണ്ടുവരണമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് സുതാര്യമായിരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ സ്വതന്ത്ര ഏജൻസിയെ രൂപീകരിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യമുന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതിനനുകൂലമായി സർക്കാർ നിലപാട് സ്വീകരിക്കാത്തതിനാലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ബഹിഷ്കരിക്കുന്നതടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് പ്രതിപക്ഷം രൂപം നൽകുന്നത്. ഇതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് തള്ളിക്കയറാൻ ഇവർ ശ്രമം നടത്തിയത്. ഞായറാഴ്ച മുതൽ പ്രദേശം പ്രക്ഷോഭകാരികൾ വളഞ്ഞിരിക്കുകയാണ്. അടുത്ത വർഷം ഫെബ്രുവരി 2-നാണ് രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തീയതി നീട്ടിവെക്കണമെന്നും പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ പരിഷ്കാരമെന്ന പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യത്തോട് രാജ്യത്തെ വിദഗ്ധരിൽ പലർക്കും യോജിപ്പുണ്ട്. എന്നാൽ രാജ്യത്തെ നിലവിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് ഒരു തിരഞ്ഞെടുപ്പ് അനിവാര്യമാണെന്ന കാഴ്ചപ്പാടും ഒരു വിഭാഗത്തിനുണ്ട്. അതേസമയം നിലവിലെ സർക്കാരിന് കീഴിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് സുതാര്യമായിരിക്കില്ലെന്നും സ്വതന്ത്ര ഏജൻസിയെ രൂപീകരിക്കാതെ പ്രക്ഷോഭം അവസാനിപ്പിക്കില്ലെന്നുമുള്ള നിലപാടിലാണ് പ്രതിപക്ഷം. രാജ്യത്ത് ഷിനവത്ര കുടുംബവാഴ്ചയാണ് നടക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.